സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്? 1926 ഗുവാഹട്ടി സമ്മേളനത്തിലാണ്. 1926 ഗുവാഹട്ടി സമ്മേളനത്തിലാണ് പ്രവർത്തകർ ഖാദി ധരിക്കണമെന്ന നിബന്ധന കൊണ്ടുവന്നത്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്ന വർഷം 1861 ആണ്. 1861. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ രൂപവൽക്കരണത്തിന് പ്രചോദനമായ ഭരണഘടനാ അനുച്ഛേദം. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ രൂപവൽക്കരണത്തിന് പ്രചോദനമായ ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? 21. അനുച്ഛേദം 21. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളായി വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി ഏതാണ്? നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ പ്രവേശിക്കുകയും തടപ്രദേശം ടിബറ്റ്, നേപ്പാൾ, ഇന്ത്യ എന്നിവിടങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്ന നദി ഏതാണ്? കോസി നദിയാണ്. കോസി നദി. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ്. എത്ര മടങ്ങാണ്? 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ് ഏതാണ്? ഗ്രാഫിൻ ആണ്. ഗ്രാഫിൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന തന്നിരിക്കുന്നു. 1. പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി 1952 ആദ്യമായിട്ട് നടന്നപ്പോൾ ജേതാവായത് നടുഭാഗം ചുണ്ടനാണ്. പ്രസ്താവന 2 തന്നിരിക്കുന്നു. ജലാശയത്തിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പ്രസ്താവന 1 ശരി, 2 തെറ്റ്. പ്രസ്താവന 2 ശരി, 1 തെറ്റ്. 2 പ്രസ്താവനകളും ശരിയാണ്, അതുപോലെ 2 പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. പ്രസ്താവന 1 എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി വള്ളംകളി 1952 ആദ്യമായിട്ട് നടന്നപ്പോൾ ജേതാവായത് നടുഭാഗം ചുണ്ടനാണ്. പ്രസ്താവന 2 ജലാശയങ്ങളിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? ഗുജറാത്താണ്. ഗുജറാത്താണ് ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം, പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പട്ടിക 1 തന്നിരിക്കുന്നത് ബോട്ട് റേസുകൾ. രാജീവ് ഗാന്ധി ബോട്ട് റേസ്, കുമാരനാശാൻ സ്മാരകം ജലോത്സവം, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ശ്രീനാരായണ ട്രോഫി വള്ളംകളി. പട്ടിക 2 തന്നിരിക്കുന്നത് ഇവ നടക്കുന്ന കായലുകൾ ഏതൊക്കെയാണ് എന്നാണ്. കന്നേറ്റി കായൽ, പല്ലനയാർ, പമ്പ, പുളിങ്കുന്ന് കായൽ. അപ്പം ഇത് പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് താഴെ തന്നിരിക്കുന്നു. ഉത്തരം വരുന്നത് ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് എവിടെയാണ്? പുളിങ്കുന്ന് കായലിലാണ്. പുളിങ്കുന്ന് കായലിലാണ് രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത്. കുമാരനാശാൻ സ്മാരക ജലോത്സവം നടക്കുന്നത് പല്ലനയാറിലാണ്. പല്ലനയാർ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പയിലാണ്. പമ്പയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. പമ്പയിലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി എവിടെയാണ് നടക്കുന്നത്? കന്നേറ്റി കായലിലാണ്. കന്നേറ്റി കായൽ. ഒന്നുകൂടി നോക്കാം. രാജീവ് ഗാന്ധി ബോട്ട് റേസ് നടക്കുന്നത് പുളിങ്കുന്ന് കായലിലാണ്. കുമാരനാശാൻ സ്മാരക ജലോത്സവം നടക്കുന്ന കായൽ പല്ലനയാറാണ്.
ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നതോ പമ്പ നദിയിലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റി കായലിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി? കേളി എന്നത് കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്? സംഗീത നാടക അക്കാദമിയാണ്. സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി. അടുത്ത ചോദ്യം, ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം ഏതാണ്? ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്നത് എവിടെയാണ്? മധുരയിലാണ്. മധുരയിലെ കർഷക കലാപം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ദേവി സിംഗിന്റെ നേതൃത്വത്തിലാണ്. ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത്? ശരീരത്തിന്റെ വിവിധ അറകളിൽ നിന്നും വരുന്ന ഓക്സിജൻ നീക്കപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത്? വലത് ഓറിക്കിളിലാണ്. വലത് ഓറിക്കിൾ. അടുത്തത് പറഞ്ഞിരിക്കുന്നു, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ തന്നിരിക്കുന്നത് പൂരങ്ങളുടെ മാതാവ് ആറാട്ടുപുഴ പൂരം, ക്ഷേത്രമേളങ്ങളുടെ രാജാവ് പഞ്ചാരിമേളം, കേരള കുംഭമേള മകരവിളക്ക്, വേലകളുടെ വേല നെന്മാറ വേല. ഇത് ശരിയായിട്ടുള്ള ജോഡി ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 എന്നിവ ശരിയായിട്ടുള്ള ജോഡിയാണ്. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ആറാട്ടുപുഴ പൂരമാണ് പൂരങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. ക്ഷേത്രമേളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതോ പഞ്ചാരിമേളമാണ്. പഞ്ചാരിമേളമാണ് ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നത്. കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്കാണ്. കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്ക്. വേലകളുടെ വേല എന്നറിയപ്പെടുന്നതോ നെന്മാറ വേലയാണ്. വേലകളുടെ വേല നെന്മാറ വേല. ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആരാണ്? ഭരത് അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നടൻ ആരാണ്? PJ ആന്റണിയാണ്. PJ ആന്റണി. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര്? ആദ്യമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭഗത് സിംഗ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. പ്രസ്താവന 1, പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിന് ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. പ്രസ്താവന 2 തന്നിരിക്കുന്നു, കുന്നംകുളത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൻകാലത്ത് കലാമണ്ഡലമായിട്ട് രൂപപ്പെട്ടത്. ഇതിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന്. ഇവിടെ തന്നിരിക്കുന്നു പ്രസ്താവന 1 ശരി 2 തെറ്റാണ്, പ്രസ്താവന 2 ശരി 1 തെറ്റാണ്, 2 പ്രസ്താവനകളും ശരിയാണ്, 2 പ്രസ്താവനകളും തെറ്റാണ്. ഉത്തരം വരുന്നത് ഏതാണ്? 2 പ്രസ്താവനകളും ശരി എന്നതാണ്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായിട്ട് ദേശീയ പ്രസ്ഥാന കാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. ശരിയാണ്. രണ്ടാമത്തേത്, കുന്നംകുളത്ത് വള്ളത്തോൾ സ്ഥാപിച്ച കഥകളി വിദ്യാലയമാണ് പിൻകാലത്ത് കലാമണ്ഡലമായിട്ട് രൂപാന്തരപ്പെട്ടത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 പ്രസ്താവനകളും ശരിയാണ്. പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാണ് പാർലമെന്റിൽ വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത്. ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സോദരേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തിന് വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. അരുവിപ്പുറം ക്ഷേത്രം.
സ്വർണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം. സ്വർണ ജയന്തി സ്വരോസ്കർ യോജനയുടെ പുതിയ രൂപം. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, NRLM, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെയാണ്? 1904 SNDPയുടെ ആദ്യത്തെ വാർഷിക യോഗം നടന്നത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി എന്ന് പറഞ്ഞിരിക്കുന്നു. വിജ്ഞാന കൈരളി. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം എന്ന് പറഞ്ഞിരിക്കുന്നു. ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം ഏതാണ്? വിജ്ഞാന കൈരളിയാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമാണ് കേരള കർഷകൻ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് വിദ്യാരംഗം. 4ാമത്തേതാണ് തെറ്റ്. ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം ഏതാണ്? പൊലിയാണ്. കേളി ഏതിൻ്റെയാണ്? കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. പ്രസ്ഥാനത്തിന്റെ പേര് അപ്പിക്കോ പ്രസ്ഥാനം. 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? 1947 മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നമായിരുന്നത് ചർക്കയാണ്. ചർക്ക. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവാണ്? വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവാണ്? വിറ്റാമിൻ ബിയുടെ കുറവാണ്. വിറ്റാമിൻ ബി. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ്. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ്? നിർമ്മൽ ഗ്രാമ പുരസ്കാരാണ്. നിർമ്മൽ ഗ്രാമ പുരസ്കാർ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. മൺസൂണിന് പിന്നാലെ എന്ന പുസ്തകം എഴുതിയത് ആര്? മൺസൂണിന് പിന്നാലെ എന്ന പുസ്തകം എഴുതിയത് അലക്സാണ്ടർ ഫ്രേറ്റർ ആണ്. അലക്സാണ്ടർ ഫ്രേറ്റർ. മൺസൂണിന് പിന്നാലെ എന്ന പുസ്തകം എഴുതിയത് അലക്സാണ്ടർ ഫ്രേറ്റർ. സസ്യകലകളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല. സസ്യകലകളുടെ മൃദുവായിട്ടുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സസ്യകല പാരൻ കൈമയാണ്. പാരൻ കൈമ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ ജനിച്ചത് എവിടെയാണ്? ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ ജനന സ്ഥലം കൈനഗരിയാണ്. കൈനഗരി. ആരുടെ ആത്മകഥയാണ്? ആത്മകഥയ്ക്ക് ഒരു ആമുഖം. ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത് ആരുടെ ആത്മകഥയുടെ പേരാണ്? ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ ആത്മകഥയുടെ പേരാണ് ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്നത്. സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? സാർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? അസ്ഥിയാണ്. അസ്ഥി. ധാനികം ഏത് രൂപത്തിലാണ് സ്ലീവ് നാളിയിലൂടെ നീങ്ങുന്നത്? ധാനികം ഏത് രൂപത്തിലാണ് സ്ലീവ് നാളിയിലൂടെ നീങ്ങുന്നത്? സൂക്രോസ് ആണ്. സൂക്രോസ്.
നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം. നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. ഇന്ത്യ പാക് അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ പാക് അതിർത്തി രേഖ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് രേഖയാണ്. റാഡ്ക്ലിഫ് രേഖ എന്നറിയപ്പെടുന്നത് ഇന്ത്യ പാക് അതിർത്തി രേഖയാണ്. റാഡ്ക്ലിഫ് രേഖ. കിസാൻഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? കിസാൻഘട്ട് ആരുടെ സമാധി സ്ഥലമാണ്? ചരൺ സിംഗ് ആണ്. ചരൺ സിംഗിന്റെ സമാധി സ്ഥലമാണ് കിസാൻഘട്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗാന്ധിജിയുടേതല്ലാത്ത പത്രം. ഗാന്ധിജിയുടേത് അല്ലാത്ത പത്രം തന്നിരിക്കുന്നത് യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, നേഷൻ, നവജീവൻ എന്നിവയാണ്. ഇതിൽ ഗാന്ധിജിയുടേതല്ലാത്ത പത്രം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നേഷൻ ആണ്. നേഷൻ. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏത്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബ്രമാണ്. സെറിബ്രം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ചാലനം. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു. വിഴിഞ്ഞം തുറമുഖ പദ്ധതി താഴെ പറയുന്നതിൽ ഏത് ഗണത്തിൽപ്പെടുന്നു? വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഏത് ഗണത്തിലാണ് പെടുന്നത്? സംയുക്ത മേഖലയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഏത് മേഖലയിലാണ് പെടുന്നത്? സംയുക്ത മേഖല. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. പട്ടിക 1, പട്ടിക 2. പട്ടിക 1 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ്, സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ്, കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി. ഇതെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പട്ടിക 2 തന്നിരിക്കുന്നത്. അപ്പോൾ പട്ടിക ചേരുംപടി ചേർക്കാനായിട്ടാണ് തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയാണ്. മണ്ണടി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മണ്ണടി. സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് തൃപ്പൂണിത്തറയാണ്. സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃപ്പൂണിത്തറ. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എവിടെയാണ്? കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി എവിടെയാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി സ്ഥിതി ചെയ്യുന്നത് കോട്ടയമാണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണടിയാണ്. സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എവിടെയാണ്? തൃപ്പൂണിത്തുറയാണ്. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? മുഖം നോക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം സമതല ദർപ്പണമാണ്. സമതല ദർപ്പണം. കോഴിക്കോട് ജില്ലയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയുമായി സഹകരിച്ചിരിക്കുന്ന രാജ്യം ഏത് ജില്ലയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ജലവൈദ്യുത പദ്ധതിയുടെ പേര് ഉറുമിയാണ്. അതുമായിട്ട് സഹകരിച്ചിരിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക. മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? മഴ നിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം
പശ്ചിമഘട്ടങ്ങളുടെ കിഴക്ക് വശമാണ് മഴനിഴൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ നടക്കുന്നു? ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യത്തെ വനിത പ്രതിഭ പാട്ടേൽ ആണ്. പ്രതിഭ പാട്ടേൽ. ഇന്ത്യൻ രാഷ്ട്രപതിയായ ആദ്യ വനിത പ്രതിഭ പാട്ടേൽ. പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? പായ് വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. അഭിലാഷ് ടോമി. ഈ മോക്ക് ടെസ്റ്റിലെ അവസാനത്തെ ചോദ്യമാണ്. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം സർബതി സൊണോറയാണ്. സർബതി സൊണോറ വികസിപ്പിച്ചതാരാണ്? MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സർബതി സൊണോറ. സർബതി സൊണോറ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഒരു മോക്ക് ടെസ്റ്റിലുള്ളത്. 50 ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്